അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വെറൈറ്റി കാഴ്ചകളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു തൊട്ടടുത്തൊരു കുരിശടിയുണ്ട്. ഞാൻ സ്ഥിരം ഇതുവഴി പോകുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്കിന്ന് ഇവിടെ നിന്ന് കുരിശടിയിൽ നിന്നാവാം യാത്ര. അപ്പം ഞാൻ എന്താണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ, വെറുതെ അല്ല, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. നല്ല ടൈം മണി 10 ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി നല്ല വെയിലും ഉണ്ട് കേട്ടോ, മഴയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബിൻ വ്ളോഗിലൂടെ നിങ്ങൾ എല്ലാവരെയും കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. അതെ, ഒരുപാട് ബിൽഡപ്പൊക്കെ ചെയ്താണ് ഞാൻ ഓടി വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഇതല്ല കാണാൻ വന്ന സ്ഥലം മഴ ആയതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഓർത്ത് തൃപ്പരപ്പിൽ വെള്ളം എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരുപാടുണ്ടോ ഇല്ലയോ, ആൾക്കാരുണ്ടോ ഇല്ലേ, ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. അപ്പം ഞങ്ങളും ഒരു വർഷത്തിന് മുന്നേ ഞാൻ വന്നിട്ട് പോയതാണ്, അത് കാണാനായിട്ട് ജസ്റ്റ് ഇവിടെ വന്നതാണ്. നല്ല അടിപൊളി പ്ലേസാണ്. ഞാനോ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ സീനോ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയും നല്ല ചെറിയൊരു കാറ്റും മഴയൊക്കെ ഉണ്ട്. അതിലുപരി നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചൊരു കുളി കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇവിടെയാണ് സ്ത്രീകൾക്ക് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള കെട്ടിടം കേട്ടോ. ഇനിയിപ്പം വരുന്നതാണ് ഇത് കണ്ടോ. അരുവി നോക്ക്, അടിപൊളിയായി. നമ്മുടെ തൃപ്പരപ്പാണ് കേട്ടോ. നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പ് അരുവി കാണാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. തമിഴ്നാടാണേ, അതും കൂടെ പറഞ്ഞു പോവുകയാണ്. സത്യം പറയാമെങ്കിൽ കുളിക്കണമെന്നുണ്ട് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുളിക്കാതെ വരുന്നതല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല. കാഴ്ചകൾ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴേ നനഞ്ഞു പോയി കഴിഞ്ഞാൽ ഓൾറെഡി കയ്യിൽ ഒരു ഡ്രസ്സും ഞാൻ കരുതിയിട്ടില്ല. കുളിക്കാനായിട്ടും അല്ല ഞാൻ വന്നത്. അതുകൊണ്ട് കുളിക്കാൻ അങ്ങനെ എനിക്കെന്ത് പറയാനാണ്, ഒരു മടി തോന്നി കേട്ടോ. കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതൊന്നുമല്ലല്ലോ അല്ലേ. അപ്പോൾ കുട്ടികളുടെ പാർക്കിലോട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇതേ കണ്ടോ, ഒരു ആനയാണ് കേട്ടോ. ആനയുടെ ബാക്ക് സൈഡിൽ കൂടെ കയറി ഫ്രണ്ടിലെത്തണം കേട്ടോ. ഞാൻ എന്തായാലും ബാക്ക് സൈഡിൽ കൂടെ നുളഞ്ഞ് കയറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള ഒരു പാർക്കും കൂടെയാണ്. എന്തായാലും അല്പനേരം ഞാനും കുട്ടിയാണേ. എന്തായാലും കുറച്ച് കഴിഞ്ഞതേ ഇവിടെ ഒരുപാട് നല്ല പ്ലേസാണ് കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള വിവിധമായിട്ടുള്ള കളിസ്ഥലങ്ങൾ, അതായത് ഓരോ സെക്ഷനായിട്ട് ഉണ്ട്. നല്ല ഭംഗിയാണ്. കയറിയിരുന്ന് താഴെ എത്താം, ഇവിടെ കൂടെ കയറിയ മുകളിലെത്താം. അങ്ങനെയുള്ളൊരു പാർക്കും കൂടെയാണ്. എന്തായാലും കുറച്ച് നേരം മഴയോ വെയിലോ കാഴ്ചകൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നമ്മളാണ് മഴയെന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്നത് അല്ല കേട്ടോ. കാഴ്ച കാണാൻ തോന്നിയ മഴയും വെയിലും നോക്കണ്ടെന്നേ, വിട്ടടിച്ചോളണം. അപ്പോൾ ഞാനിതാ എന്തായാലും ഇവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ. ആ ഭംഗി ഒന്ന് നോക്കിയത്. ഈ ഭാഗം നീന്താനുള്ള കുളമാണ് കേട്ടോ. ഇവിടെയൊക്കെ കൽമണ്ഡപത്തിൻ്റെ ആ ഭാഗം എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം വേനൽ സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് പോകാം കേട്ടോ. ഇത് നീന്തൽ കുളമാണ് കണ്ടോ. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇത്രയൊക്കെ തന്നെ. പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ. ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ടിക്കറ്റിനെ ഞാൻ മുതലാക്കാതെ വെളിയിൽ വരില്ല കേട്ടോ. ടിക്കറ്റ് എടുത്തതല്ലേ, ഇപ്പോൾ കുട്ടികൾക്കെങ്കിൽ കുട്ടികൾ, മുതിർന്നവർ കയറി ഇരിക്കല് എന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിലും അടുത്തിരുന്ന ഒരാൾ കയറി ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനും കയറിയിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. വരാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലത്തേക്ക് വീണ്ടും വരിക കേട്ടോ. പിന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ താഴ്ന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ 2 സൈഡിലും കടകളുണ്ട് കേട്ടോ. ഇവർ വിളിക്കുന്ന വിളി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതാണ്ട് വില കുറച്ചൊക്കെ തരും. ടൂറിസ്റ്റ് പ്ലേസുകളല്ലേ, പ്രത്യേകിച്ച് അവർ പറയുന്ന വിലയ്ക്ക് തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും സാധനങ്ങൾ. ഞാൻ എന്തായാലും പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നേരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നിട്ടുണ്ട്. പിന്നെ ചെന്ന് എത്തിപ്പെട്ടത് ഒരു കടയുടെ മുന്നിലാണ് കേട്ടോ. എന്തായാലും ഈ കടക്കാരോട് നമുക്ക് ചോദിച്ചിട്ടാവാം ഇനിയൊരു യാത്ര. നമുക്ക് വഴിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ നോക്കിയപ്പോൾ പലവിധമായ കൊലകൾ കിടന്നങ്ങനെ ആടുന്നു. എന്തായാലും ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്, നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ ഞാനൊരു ഓർത്തൊരു പഴവും ഒരു സർബത്തൊക്കെ കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര. അപ്പോൾ അവരോട് കുശലം ചോദിക്കാമല്ലോ, സ്ഥലം എവിടെ എന്നൊക്കെ. അപ്പം ഞാൻ അത് അന്വേഷിച്ച് അങ്ങനെ അല്പനേരം അവിടെ നിന്നുപോയി. നല്ല തണുത്ത സർബത്ത് കിട്ടിയിട്ടുണ്ട്.
സൂപ്പർ കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് എൻ്റെ അമ്മയെ വയറൊക്കെ ഡമ്മെന്നായി കേട്ടോ. അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. അതെ, ഇത് കണ്ടോ, ഈ ചാനൽ കണ്ടോ? ചാനൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണേ. നമ്മുടെ എന്ത് പറയാനാണ്, പേച്ചിപ്പാറ ഡാമിൽ വെള്ളമാണ് തുറന്ന് വിട്ടേക്കുന്ന, മഴ സമയം ആയതുകൊണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം പിന്നെ ഞാൻ കുറേ ദൂരമൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ചാനലൊക്കെ കണ്ടിട്ടത് വരുന്ന വഴിയിൽ ഇതേ കണ്ടോ കവർ നിറച്ച് ഒരാള്. ഇത് ഈ പഴത്തിന് പേരെന്തുവാ ചേട്ടാ? ഇത് നാവൽപ്പഴം. ഞാവൽപ്പഴം തന്നു. അപ്പം കണ്ടോ ഞാവൽപ്പഴം, ഇതിന് 1 കിലോയ്ക്ക് തന്നെ നല്ല വിലയുണ്ട്. എത്ര രൂപ ചേട്ടാ? 400 രൂപ. 400 രൂപയുണ്ട് കേട്ടോ. നല്ല ഇത് ഈ കളർ, ഇത് ഒറിജിനൽ പഴം, അത് മരുന്ന് വയ്ക്കുന്നത്. അതെയോ? ആ കണ്ട, ഇത് മരുന്ന് വയ്ക്കും. ആ കണ്ടോ, ഇതേപോലെ എടുത്തിട്ട് മരുന്ന് വെക്കുമ്പം ഈ കളർ ആയി കിട്ടും. അങ്ങനെയാണ്. അതാണ് പുള്ളിക്കാരെ ഏമാത്തുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ഒറിജിനൽ സാധനമാണ് കേട്ടോ ഞാവൽപ്പഴം. അപ്പൊ കുട്ടികൾക്കും എനിക്കും കഴിക്കാനായിട്ട് കുറെ വേറെയും ഉണ്ട് കേട്ടോ. കുറച്ച് ചേട്ടൻ ഈ മരത്തിൽ നിന്ന് പറിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ ചേട്ടാ താങ്ക്സ് ഉണ്ട് കേട്ടോ, വളരെ നന്ദി എന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ പോട്ടെ. നമുക്ക് ഈ വീഡിയോയിലോ ഞാൻ കാണും. എന്റെ നമ്പർ തരാം, എനിക്ക് ആദ്യം ഞാൻ എന്റെ കൂട്ടുകാരനൊക്കെ അനുപ്പിച്ചു. വളരെ സന്തോഷം. ഇതാ ഞങ്ങൾക്ക് വേണ്ടത് അല്ലേ, നമുക്ക് ഇതാ വേണ്ടത്. അപ്പൊ ചേട്ടാ നമ്മളെ കൂടപ്പുറപ്പ് ആണ് കേട്ടോ, നമ്മുടെ സഹോദരിയാണ് നിങ്ങൾ, അത്രേ ഉള്ളു. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ ഞാൻ കുറേ ദൂരെ നടന്നു വന്നപ്പോ ദേ കൊക്കോ മരം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതേ കൊക്കോ പഴമാണ് ഇത്. ഇതേ കണ്ടോ, ഇത് കൊക്കോ പഴമാണേ. ഇവിടെ ഒരുപാട് കൊക്കോ മരം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ചുറ്റും നോക്കിയൊക്കെ ഒരുപാട്. ഇത് ഇച്ചിരി കൂടെ വിളയാനുണ്ട്. ഞാനിപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്, ഓണർ പറഞ്ഞ് വീഡിയോ എടുത്ത് കാണിച്ചോളാൻ പറഞ്ഞ്. ഇതാണ് അവസാനം ഫൈനലായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടതാണ് ഈ കൊക്കോ പഴവും. കണ്ടോ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിക്കാലത്ത് കഴിച്ച ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കൊക്കോ പഴം കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം. ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ്. വെറൈറ്റി ടേസ്റ്റ്, ഒരു ചെറിയ മധുരവും ചെറിയൊരു പുളിപ്പും ഒക്കെ ചേർന്നതാണ് കേട്ടോ ഈ കൊക്കോ പഴത്തിൻ്റെ ടേസ്റ്റ്. കണ്ടോ, ഇത് ഭയങ്കര ബെനിഫിറ്റുള്ളൊരു ഫ്രൂട്ട്സും കൂടെയാണ്. അങ്ങനെ കൊക്കോ പഴമൊക്കെ കഴിച്ച് ഞങ്ങൾ വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പേ എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് ആ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ എവിടെയോ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ്, പാട്ടൊക്കെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെവിടെയാണെന്ന് ആലോചിച്ച് ഞങ്ങൾ അങ്ങ് മുന്നോട്ട് പോകുമ്പോഴേ ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടിട്ടില്ലേ, അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലെ ഫുഡാണ്, അതറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ചിലർക്ക് പിടിക്കില്ല. എന്തായാലും ക്ഷേത്രത്തിലെ സദ്യ ആകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അന്നദാനം മഹാദാനം എന്ന് പറയും പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നദാനം കഴിക്കുക എന്ന്. അത് നമ്മുടെ എന്ത് പറയാനാണ്, പ്രത്യേക ടേസ്റ്റുമാണ്. എന്തായാലും ഞാനും കൂടെ വർക്കിന് വന്ന ആളും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടേ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ? വാലൈത്തവൻ അങ്ങനെയാണ് ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കാണ് കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ ഞങ്ങളും ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ അന്നദാനം കഴിക്കാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ പേര് എനിക്കറിയില്ല, അത് ഞാൻ പിന്നാലെ പറയാം കേട്ടോ. ദേവി തമ്പുരാനാണ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ദൈവം. നല്ല അന്നദാനം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. മഴ കേട്ടോ, ഭയങ്കരമായിട്ടുള്ള മഴ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര കേട്ടോ. അപ്പം
പിന്നെ നമ്മുടെ നാട്ടിൽ 1 കിലോ തേങ്ങയ്ക്ക് 85 രൂപയാണ് കേട്ടോ. ഇവിടെ എന്തായാലും 1 കിലോ തേങ്ങ 70 രൂപയെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 15 രൂപ ലാഭമുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ വാങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞ് കടയിൽ. നല്ല തേങ്ങയാണോ? അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലോട്ട് വെച്ച് പിടിക്കാം കേട്ടോ. അതെ, അപ്പോൾ പിന്നെ ഇന്നത്തെ യാത്ര ചീറ്റി പോയിട്ടുണ്ട്. അപ്പം എന്ത് പറയാനാണ്, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങയും വാങ്ങി ഞാൻ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കണ്ട കാഴ്ച. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് ഒരു കൂട്ടം കുരങ്ങന്മാരുടെ ഈ ഷീറ്റിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രദേശവാസികൾ ഓട്ടിച്ച് വിടുക. അവരെല്ലാവരും പറയുക എന്ത് പറയും, പാത്രമോ സാധനമോ തുണികളോ ഒന്നും പുറത്തിടാൻ പാടില്ല, എല്ലാം എടുത്തുകൊണ്ട് പൊയ്ക്കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ദുഃഖം മാറാൻ കരുതി ഞാൻ കുറച്ച് നേരം ഇവരെ വികൃതിയും കണ്ട് അങ്ങനെ അല്പം നേരം നിന്നുപോയേ. ഇനി നമുക്ക് എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പറയാം. എന്തായാലും രാവിലെ വായി നോക്കാനായിട്ട് കറങ്ങി തിരിഞ്ഞ് എൻ്റെ പൊന്നമ്മച്ചി പറയാണ്ടിരിക്കാൻ വേഗം കേട്ടോ. കടുമ്പൻപാറയിൽ പോയപ്പോഴേ ഇതേ ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. മഴ കരുതിയായതുകൊണ്ട് ഇപ്പം ആരെയും അങ്ങോട്ട് വിടുന്നില്ല. എനിക്ക് അവിടുത്തെ വിഷ്വല് പകർത്താനായിട്ടില്ല. മഴ ആയതുകൊണ്ട് ഞങ്ങൾ അത് പോയ അതേ സ്പോട്സിൽ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നെട്ടയുടെ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. എവിടെ കാണിച്ചു? നെട്ടയിലെ ഭാഗം കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് കേട്ടോ. നമ്മുടെ എന്ത് പറയാനാണ്, കന്യാകുമാരി ജില്ലയാണ് ഈ നെട്ട. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇനി വരും. ഇനി ഈ നെട്ടയിൽ കുളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ കാണും. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തി കുഞ്ഞു വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി. കടുമ്പൻപാറ നമ്മളെ ലിസ്റ്റിൽ നിന്ന് പോകുന്നില്ല. കടുമ്പൻപാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ അമ്പൂരിയിലോട്ട് പോവുകയാണ്. വരുന്നുണ്ടോ കൂടെ? നല്ല മഴ പെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം രാവിലെ ഇറങ്ങിയപ്പോഴും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് അങ്ങ് മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഓടി എത്താം കേട്ടോ.